വർമ്മ സാറിനോടുള്ള നന്ദിയും കടപ്പാടുവാ. അത് നിലനിർത്താന് ഞാൻ ഇത്രയും പാടുപെട്ടത്. ഋതിക മേഡത്തെ അങ്ങനെ കാണാൻ എനിക്കൊരിക്കലും കഴിയില്ല വർമ്മ സാറേ. കേട്ടില്ലേ ചേച്ചി? ഈ നിഷ്കളങ്കമായ മനസ്സിനെയാണ് ചേച്ചി സംശയിച്ചു. ഈ രാജുവിനെ സംശയിച്ച ചേച്ചി എന്റെ മകളുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തു. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്റെ നല്ല മനസ്സിനെ പറ്റിയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും പുകഴ്ത്തി പറയുന്നത്. ശരിക്കും ഇവൻ ചെയ്തതിന്റെ മുമ്പിൽ അതൊന്നും ഒന്നുമല്ല. രാജു, നിന്റെ മുമ്പിൽ ഞാനിപ്പോ ഒരു സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുക. സാറേ, നീ എന്നെക്കാളും ഉയർന്ന ദൈവത്തിന്റെ സ്ഥാനത്ത്. വർമ്മ സാറേ, വർമ്മ സാറേ, എന്നോട് ഇങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ. ഞാൻ എന്നും വർമ്മ സാറിന്റെ സേവകന. വർമ്മ സാറിന്റെ മാത്രമല്ല, വർമ്മ സാറിന്റെ കുടുംബത്തിന്റെയും ഋതിക മേഡത്തിന്റെയും സേവകന. സാർ അവസാനം സത്യം മനസ്സിലാക്കിയല്ലോ. എന്നോട് ക്ഷമിച്ചല്ല. എനിക്കത് മതി, അത് മാത്രം മതി സാർ. സാറേ, ഞാൻ ഇറങ്ങാം. ഇനിയും അധികം നേരെ ഇവിടെ നിന്ന എനിക്ക് കരയേണ്ടി വരും. ഇറങ്ങാം സാറേ. മാഡം, അച്ഛാ, വർമ്മ സാറിന് എല്ലാം മനസ്സിലായി. ഇനി ഋതിക മാഡത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ സാർ നോക്കിക്കോളും. അച്ഛൻ വാ.